അല്ല അത് നിങ്ങൾ പറഞ്ഞോ PV അൻവർ ഈ ദൈവത്തിനെ കീഴടങ്ങുള്ളൂ, പിന്നെ ഈ പാർട്ടിക്ക് കീഴടങ്ങുള്ളൂ. നിങ്ങൾ ആര് വിചാരിച്ചിട്ടും ഈ ലോകത്തെ ജനം മുഴുവൻ ഒത്തൊരുമിച്ച് നിന്നിട്ടും എന്നെ കീഴടക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അത് നടക്കുന്ന കാര്യമല്ല. അല്ല, നിങ്ങളത് വിചാരിക്കണ്ട, നടക്കൂല. അങ്ങയുടെ നടപടി പൊതുവെ ആളുകൾക്ക് അഭിനന്ദിക്കാവുന്ന തരത്തിലാണ്. കാരണം പാർട്ടി പ്രവർത്തകർക്ക് അങ്ങ് പറഞ്ഞ ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെ വികാരമാണ് പറഞ്ഞത്. അപ്പോൾ ഇതിന്റെ ഫലം കൂടി ഉണ്ടാകട്ടെ. ഈ പോരാട്ടം വിജയിക്കുക തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. തുടങ്ങുമെന്ന് വിപ്ലവം ഉണ്ടാവരെങ്ങനെയാണ്? നിങ്ങളൊക്കെ ചരിത്രം പഠിച്ചവരാണല്ലോ. വിപ്ലവം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അത് എഴുതി വെച്ചൊരു സംഘടന ഉണ്ടാക്കി സംവിധാനം ഉണ്ടാക്കിയിട്ടല്ല ഉണ്ടാവാറ്. അത് വിപ്ലവം ഒരു ജനകീയ മുന്നേറ്റമാണ് ഉണ്ടാകുന്നത്. അതൊരു വിപ്ലവമായി മാറി മറ്റൊരു രൂപത്തിലേക്ക് രൂപാന്തരപ്പെടുക ചെയ്യുക. ഇത് ഈ അഴിമതിക്കെതിരെ, ഈ അക്രമത്തിനെതിരെ, ഇവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഗവൺമെൻറ്റിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ലോബിക്കെതിരെയുള്ളൊരു വിപ്ലവമായി മാറും. അതിന് യാതൊരു തർക്കവുമില്ല. ഒരു കൊട്ടാര വിപ്ലവമാണോ? അല്ല, അത് കൊട്ടാരത്തിലാണോ കുടിലാണോ നമുക്ക് നോക്കാം. എവിടെയെങ്കിലും അതിലേക്കൊന്നും ഞാനില്ല. അതൊക്കെ നിങ്ങൾ അന്വേഷിക്കുക, അതിൻ്റെ വഴിക്ക് പോകുന്നുണ്ട്. ഞാൻ ഫോക്കസ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ഫോക്കസിൽ നിന്ന് ഞാൻ ഇപ്പോൾ തൽക്കാലം മാറാൻ തയ്യാറല്ല. മാറേണ്ടി അതിന്റെ ജോലി കഴിയുമ്പോൾ നമുക്ക് അപ്പം ആലോചിക്കാം. നിങ്ങൾക്കൊക്കെ പോയി അന്വേഷിക്കാലോ. ആരോപണങ്ങൾ കുറച്ച് തെളിവുകൾ പുറത്തു വന്നു. ഏതാണ്ട് വളരെ കുറച്ച് മാത്രം. ഇനിയും ഒട്ടേറെ തെളിവുകൾ MLA-യുടെ പക്കലുണ്ട്. അത് പുറത്തുവിടേണ്ട സാഹചര്യമായോ? കാരണം ഇവരെ നിലനിർത്തിക്കൊണ്ടാണ്. അല്ല, ഇപ്പൊ ഇന്നലെയൊക്കെ നിങ്ങളുടെ ചർച്ചയും ചില ആളുകൾ പറയുന്നതൊക്കെ കേട്ടാൽ MLA അന്വേഷിക്കണം, MLA സാക്ഷികളെ കൊണ്ടുവരണം, MLA തെളിവുകൾ കൊണ്ടുവരണം, MLA വരെ അറസ്റ്റ് ചെയ്യണം, MLA വരെ ജയിലിലാക്കിയിട്ടില്ല, MLA മുങ്ങി. ഇതല്ലേ എന്താ ചെയ്യാൻ പറ്റും? ഞാൻ കൊടുത്തത് തെളിവുകളുടെ സൂചനാ തെളിവുകളാണ്. അത്രേ കൊടുക്കാൻ കഴിയൂ. ആ തെളിവുകളിലേക്കുള്ള സൂചനാ തെളിവുകൾ അത് അന്വേഷിക്കേണ്ടത് ഈ ഏജൻസികളാണ്. ഇൻവെസ്റ്റിഗേഷനാണ് നടത്തേണ്ടത്. ആ ഘട്ടത്തിലാണ് എന്തെങ്കിലും കൊടുക്കാൻ ബാക്കി കഴിയുള്ളൂ. ഇവരെയൊക്കെ പിടിച്ച് അന്വേഷിച്ച് ജയിലിലാക്കിയിട്ട് ഞാനങ്ങോട്ട് പോയാൽ ഞാനാര്? ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണുന്ന പോലെ. ഉദ്യോഗസ്ഥ സുജിത് ദാസിനും അജിത് കുമാറിനുമെതിരെ നടപടി സ്വീകരിക്കാൻ കഴിയാതെ പോകുന്നത് ഭയപ്പെട്ടിട്ടാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. നടപടി എടുക്കേണ്ട സമയത്തേക്ക് എത്തുന്നല്ലേ ഉള്ളൂ. ഇതിനൊരു നടപടിക്രമമില്ലേ? ആ നടപടിക്രമമില്ലാതെ ഇപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് പോലുള്ള സുജിത് ദാസ് ഒരു ഉദാഹരണം എടുക്കാം നമുക്ക്. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. അദ്ദേഹം പോയി ഹൈക്കോടതി പോയി സ്റ്റേ വാങ്ങിയാൽ, അല്ല ഞാൻ ചോദിക്കട്ടെ, സസ്പെൻഡ് ചെയ്ത അദ്ദേഹം ഒരു സ്റ്റേ വാങ്ങിച്ചാൽ അങ്ങനത്തെ എത്രയോ സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടില്ലേ? അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണമെങ്കിൽ ഒരു നടപടിക്രമം പാലിക്കണം. പക്ഷേ ചുമതലയിൽ നിന്ന് MR അജിത്കുമാറിനെ ക്രമസമാധാന ചുമതല മാറ്റുന്നതിന് ഈ നടപടി ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ കൊണ്ട് മാത്രം സാധിക്കുമല്ലോ. അതെന്താ ചെയ്യാത്തത്? സാധിക്കുമായിരിക്കാം. എനിക്കതിനെക്കുറിച്ച് അത്ര പ്രൊഫഷണലായിട്ട് ലീഗലായിട്ട് അതിനെക്കുറിച്ച് എനിക്കറിയില്ല. അപ്പോൾ ഞാനതാ പറഞ്ഞത്, ഒരു ഹെഡ് മാസ്റ്ററെ കുറിച്ചുള്ള പരാതി അവിടെ സൂചിപ്പിച്ചല്ലോ. അങ്ങനെ ഉണ്ടാവുമോ? ഈ പറയുന്ന ഇത്രയും മനുഷ്യരോട് കമ്മിറ്റഡ് ആയിട്ടുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു പാർട്ടിക്ക്, ഒരു ഗവൺമെന്റിന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയുമോ? അതിനൊരു സമയം എടുക്കുമായിരിക്കും. വി വിൽ വെയിറ്റ് ആൻഡ് സീ. മുഖ്യമന്ത്രിയോടാണോ പാർട്ടിയോടാണോ? എൻ്റെ കമ്മിറ്റ്മെന്റ് മുഖ്യമന്ത്രി അങ്ങനെയാണ്. മുഖ്യമന്ത്രി അദ്ദേഹം വീട്ടിൽ നിന്ന് വന്നായതല്ലോ, ഈ പാർട്ടിയല്ലേ ആക്കിയത്. അപ്പോൾ ആരോടോ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവുക? എനിക്ക് മുഖ്യമന്ത്രിയോടും കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, പാർട്ടിയോടും കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അദ്ദേഹം ഈ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് വന്നതല്ലേ. അപ്പോൾ പിന്നെ എന്താ അങ്ങനെ ഒരു ചോദ്യം?